നമസ്കാരം. യോഗവിദ്യയിലെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ആത്മജ്യോതി. ആത്മജ്യോതിയുടെ യാഥാർത്ഥ്യങ്ങൾ എന്താണ്, അതിൻ്റെ സയൻസ് എന്താണ്, എവിടെയാണ് അത് നമുക്ക് ദർശിക്കാൻ കഴിയുക എന്ന വിഷയങ്ങളെ, ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. അപ്പോൾ ആത്മജ്യോതി എന്താണെന്ന് ആദ്യം പറയാം. അത് ആത്മജ്യോതി എന്ന് പറഞ്ഞ് നമ്മളുടെ തന്നെ ബോധത്തെയാണ് ഒരു ജ്യോതിയായി, ഒരു വിളക്കായിട്ട്, വിളക്കിൻ്റെ നാളമായിട്ട് നമ്മൾ കാണുന്നതിനെയാണ് ആത്മജ്യോതി എന്ന് പറയുന്നത്. ഇത് ഏത് സ്റ്റേജിലാണ് കാണുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ, എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം, ഇത്തരം കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കാം. അപ്പോൾ ഇത് കുണ്ടലിനി യോഗം പരിശീലിക്കുന്നവരിലാണ് യഥാർത്ഥത്തിൽ ഈ ആത്മജ്യോതിയുടെ ദർശനം അത്രയും പെട്ടെന്ന് സാധ്യമാവുന്നത്. വളരെ സോഫ്റ്റായിട്ടുള്ള യോഗമാർഗങ്ങളായുള്ള സിദ്ധയോഗ, വാസിയോഗ, ഹംസയോഗ, ഇങ്ങനെയുള്ള വിദ്യകൾ പരിശീലിക്കുന്നവർ പെട്ടെന്ന് തന്നെ ഈ ആത്മജ്യോതിയുടെ ദർശനം ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് ക്രമേണയായിട്ടാണ് അവരിൽ അത് തെളിഞ്ഞു വരിക. എന്താണെന്ന് വെച്ചാൽ ശക്തമായിട്ടുള്ള യോഗ പദ്ധതികൾ, ഫാസ്റ്റായിട്ടുള്ള യോഗ പദ്ധതികൾ പരിശീലിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ദർശനമാണ് ആത്മജ്യോതി എന്നത്. ഇത് എങ്ങനെ സംഭവിക്കുന്നു, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് നമുക്ക് നോക്കാം. പ്രാണായാമ പരിശീലനം നമ്മൾ ചെയ്യുന്നത് 2 ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. പ്രാണായാമം പരിശീലിക്കുമ്പോൾ ചില പ്രാണായാമങ്ങൾ നമ്മളുടെ നാഡീവ്യവസ്ഥയെ ശുദ്ധീകരിക്കാനാണ്. പ്രാഥമികമായ ലക്ഷ്യവും ആത്യന്തികമായ ലക്ഷ്യവും അതുതന്നെയാണ്, നാഡീവ്യവസ്ഥയെ ശുദ്ധീകരിക്കാൻ എന്നതിൽ കേന്ദ്രീകരിക്കുന്നതാണ് പ്രാണായാമങ്ങൾ. അങ്ങനെ നാഡീവ്യവസ്ഥയെ ശുദ്ധീകരിക്കുമ്പോൾ നമ്മളുടെ ഇടനാഡി, പിംഗളനാഡി, സുഷുമ്ന നാഡി ഇതെല്ലാം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ മൊത്തത്തിലുള്ള ഊർജ പ്രസരണം അത് അതിൻ്റെ പരമാവധി പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമ്മളെ നാഡികൾ എന്ന് പറയുന്നത് വീട്ടിലെ വയറിങ് പോലെയാണ്. ഈ വയറിങ്ങിലൂടെയാണ് വൈദ്യുതി പ്രവഹിക്കുന്നത്. ഇതേപോലെ നമ്മുടെ ശരീരത്തിനകത്തെ ബയോ ഇലക്ട്രിക് കറൻറ്റ്, പ്രാണൻ, അത് പ്രവഹിക്കുന്ന വയറുകളാണ് നാഡികൾ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കമാണ്. മസ്തിഷ്കം നാഡീകോശങ്ങളെ കൊണ്ട് നിർമ്മിതമാണ്. ഈ നാഡീകോശങ്ങൾ, അതിൽ നിന്ന് പ്രധാനമായും 3 നാഡികളാണ് നട്ടലിലൂടെ താഴേക്ക് വന്ന് കാൽപാദങ്ങളോളം നീണ്ടു കിടക്കുന്നത്. ഇത് ഇട, പിംഗള, സുഷുമ്ന എന്ന 3 നാഡികളാണ്. ഇതിൽ സുഷുമ്നയിലൂടെയുള്ള ഊർജപ്രവാഹത്തെയാണ് യോഗികൾ കാക്ഷിക്കുന്നത്. സാധാരണ നിലയിൽ ഇടയിലൂടെയും പിംഗളയിലൂടെയുമാണ് ഊർജം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അത് 1 മണിക്കൂർ ഇടവിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ഒന്ന് ചൂട് ഉൽപ്പാദിപ്പിക്കുന്ന നാഡിയാണെങ്കിൽ മറ്റത് ശീതഗുണമുള്ള നാഡിയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ചൂടും തണുപ്പും ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ്
ഇടയിലൂടെയും പിങ്കളയിലൂടെയുള്ള പ്രാണപ്രവാഹം 1 മണിക്കൂർ ഇടവിട്ടിട്ട് ശരീരം തന്നെ, പ്രകൃതി തന്നെ അത്തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഇടയിലൂടെയും പിങ്കളയിലൂടെയും പ്രാണൻ പ്രവഹിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ബോധോദയം അല്ലെങ്കിൽ സിദ്ധി, സമാധി ലഭിക്കില്ല. യോഗികൾ സുഷുമ്നയിലൂടെയുള്ള ഊർജപ്രവാഹത്തെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ഇടയും പിങ്കളയും ഒരേ സമയത്ത് തുറന്നിരിക്കുമ്പോൾ ആ അവസ്ഥയാണ് സുഷുമ്ന. ഒറ്റ നാഡിയിലൂടെ ഊർജപ്രവാഹം മുകളിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ക്രമീകരിക്കപ്പെടും. ആ അവസ്ഥയിൽ മാത്രമാണ് നമുക്ക് ആത്മീയമായ ഉണർവുണ്ടാവുകയുള്ളൂ, സമാധിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അതിന് സുഷുമ്നയിലൂടെയുള്ള ഊർജപ്രവാഹം അത്യന്താപേക്ഷിതമാണ്. സാധാരണ നിലയിൽ താഴോട്ടുള്ള ഈ ഊർജപ്രവാഹത്തെ അതിൻ്റെ ദിശ മാറ്റി മുകളിലേക്കാക്കാനുള്ള അഭ്യാസമാണ് എല്ലാ തരത്തിലുള്ള യോഗാഭ്യാസവും. അപ്പോൾ നാഡികളെ ശുദ്ധീകരിച്ച് ഊർജപ്രവാഹത്തിൻ്റെ ദിശ മാറ്റുന്ന സൂക്ഷ്മമായ ക്രിയകളാണ് യോഗ പദ്ധതിയിൽ ഉള്ളത്. അപ്പോൾ ഈ കുണ്ടലിനി യോഗയിലുള്ള ക്രിയകളൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ശക്തിമത്തായ പദ്ധതികളായതുകൊണ്ട് തന്നെ അതിലുപയോഗിക്കുന്ന ബന്ധങ്ങൾ, മുദ്രകളും ക്രിയകളൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ളതാണ്. പെട്ടെന്നുള്ള ഊർജത്തിൻ്റെ പ്രസരണം, ഗതിമാറ്റമൊക്കെ സംഭവിക്കുന്നതായതുകൊണ്ട് ഈ ചക്രങ്ങളൊക്കെ പെട്ടെന്ന് തുറക്കപ്പെടുകയും ഊർജം ശരവേഗത്തിൽ ഒരു മിന്നൽ പിണർ പോലെ നമ്മുടെ സഹസ്രാരത്തിലെത്തുകയും ചെയ്യും. അത് എത്ര കാലം കൊണ്ട് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെയും മാനസികാവസ്ഥ അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയുടെ ഘടനയ്ക്കനുസരിച്ച്, പ്രതിരോധത്തിനനുസരിച്ച്, അശുദ്ധിക്കനുസരിച്ചിരിക്കും. അത് ശുദ്ധമാവുന്ന മുറയിൽ പരിപൂർണമായ ശുദ്ധി കൈവരിക്കുമ്പോൾ ഒരു നിമിഷം കൊണ്ട് ഈ ഊർജം സഹസ്രാരത്തിലേക്ക് എത്തും. അവിടെ ശിവശക്തി സംയോഗം നടക്കുകയും നമ്മൾ പരമമായ ആനന്ദത്തിലേക്ക് കുതിക്കുകയും ചെയ്യും. ഇതിനെയാണ് ശരിക്കും നമ്മൾ സമാധി എന്ന അവസ്ഥ എന്ന് സാമാന്യമായി പറയാം. അങ്ങനെ ഈ സുഷുമ്നയിലുള്ള ഊർജപ്രവാഹം വിപരീത ദിശയിൽ മുകളിലെത്തി സഹസ്രാരം എന്ന പീനിയൽ ഗ്ലാൻഡിൻ്റെ സ്ഥാനമാണത്. പീനിയൽ ഗ്ലാൻഡ് നമ്മളെ ശിരസിന് നടുക്ക് ഒരു ചെറിയ പയർമണിയോളം വലുപ്പത്തിലുള്ളതാണ് പീനിയൽ ഗ്ലാൻഡ്. അതാണ് ശരീരത്തിൻ്റെ മൊത്തം പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന മാസ്റ്റർ സെൻറ്റർ കമാൻഡാണത്. അവിടെ ഈ ഊർജ്ജം എത്തുന്ന സമയത്ത് പീനിയൽ ഗ്ലാൻഡ് അതിൻ്റെ പരിപൂർണമായ പ്രവർത്തനശേഷി കൈവരിക്കുകയാണ്. അപ്പോൾ എവിടെ പ്രാണൻ എത്തുന്നുവോ അവിടെ മനസ്സുണ്ട്, അല്ലെങ്കിൽ മനസ്സെത്തുന്നിടത്ത് പ്രാണനുണ്ട്. ഇത് രണ്ടും രണ്ടായിട്ടല്ല സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മനസ്സ് ഈ ഊർജത്തോടൊപ്പം അവിടെ ലയിക്കും, പീനിയൽ ഗ്ലാൻഡിലെത്തും. അതായത് നമ്മളുടെ അവബോധം പൂർണ്ണമായി അവിടെ ആയിരിക്കും. ഇപ്പോൾ നമ്മളുടെ അവബോധം ശരീരമാസകലം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ണടച്ചാൽ മൊത്തം ശിരസിൽ മൊത്തമായിട്ടാണ് ആ വെളിച്ചം കാണുക. ഈ അവബോധം വളരെ സൂക്ഷ്മമാവുകയും അത് സുഷുമ്നയിലൂടെ നമ്മളുടെ പീനിയൽ ഗ്ലാൻഡിൽ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സഹസ്രാരം വിരിയുക അല്ലെങ്കിൽ സമാധി അവസ്ഥയിൽ നമ്മളുടെ അവബോധം, നാം എന്നത്, ഞാൻ എന്നത്, ആ അറിയുന്ന വ്യക്തി ഒരു ബിന്ദുവിൽ ആ പീനിയൽ ഗ്ലാൻഡിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. ആ അവസ്ഥയിൽ ഈ ലോകത്തു നിന്നുള്ള എല്ലാ സംവേദനങ്ങളും അതിലൂടെ കടന്നു പോകും, ആ ബിന്ദുവിലൂടെ കടന്നു പോകും. ഈ ലോകത്തിൻ്റെ കേന്ദ്രം തന്നെ നമ്മളായിട്ട് മാറുന്ന ഒരവസ്ഥയാണ്, ആ ഒരു ഫീലാണ് ആ സമയത്ത് ഉണ്ടാവുക. ആ പീനിയൽ ഗ്ലാൻഡ് അതിൻ്റെ പരിപൂർണമായ ഉണർച്ചയിൽ എത്തിക്കഴിയുമ്പോൾ, പ്രവർത്തനക്ഷമത കൈവരിക്കുമ്പോൾ നമ്മളുടെ അവബോധം അവിടെ ഒരു തിരിനാളമായിട്ട്, ഒരു വെളിച്ചത്തിൻ്റെ തിരിനാളമായിട്ടാണ് നമുക്ക് ദൃശ്യമാവുക. നമ്മളങ്ങനെ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ കൃത്യമായി കാറ്റിലിളകാത്ത ദീപനാളം പോലെ നമ്മളൊരു ജ്യോതി നമ്മളെ ശിരസിനകത്ത് ദർശിക്കും. അത് ഫസ്റ്റ് സ്റ്റേജിലാണ്. സമാധിയുടെ ഫസ്റ്റ് സ്റ്റേജിൽ കൃത്യമായിട്ടും നമ്മളവിടെ എത്തിക്കഴിയുമ്പോൾ ആത്മജ്യോതി നമ്മളെ ശിരസിനെ ഒത്ത നടുക്ക് കാറ്റിലിളകാത്ത ദീപനാളം പോലെ, തിരിനാളം പോലെ അങ്ങനെ നമുക്ക് ദർശിക്കാനാവും. അതിൽ നമ്മളിങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ നമ്മളുടെ അവബോധം പിന്നീട് സഞ്ചരിക്കുന്നത് യോഗനിലയുടെ നിഗൂഢമായ മറ്റ് ചില ലോകങ്ങളിലേക്കാണ്. അത് പിന്നീട് എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഇതുവരെ നടക്കുന്ന സ്റ്റേജ് വെച്ചിട്ട് നമുക്കത് പറയാൻ കഴിയുക. ആ ദീപനാളം
ശരീരത്തിനകത്തൂടെ നമ്മൾ വിചാരിക്കുന്ന ഭാഗത്തൂടെ സഞ്ചരിച്ച് നാഭിയിൽ എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. നാഭിയിൽ നിന്ന് ഈ ശരീരത്തിന് പുറത്തേക്ക് ഈ ദീപനാളം ചലിക്കുകയും മറ്റ് ലോകങ്ങളിലേക്ക് ഒരു താമര തണ്ട് പോലെ ഒരു ബന്ധത്തിലാണ്, നാഭിയുമായിട്ടൊരു ബന്ധം ഉണ്ടാവും. ആ ദീപനാളത്തിലായിരിക്കും നമ്മളുടെ ബോധം മുഴുവൻ. അങ്ങനെ ശരീരം വിട്ട് മറ്റ് സൂക്ഷ്മ ലോകങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നത് നമ്മൾ ഈ ജ്യോതിയായിട്ടാണ്. അപ്പോൾ ഈ ശരീരത്തിലല്ല പിന്നെ ബോധം ഉണ്ടാവുക, ആ ജ്യോതിയിലാണ്. ആ ജ്യോതി അതിൽ തന്നെ അത് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ജ്യോതിയാണ്. അതിലാണ് നമ്മൾ പൂർണ്ണമായിട്ടുള്ളത്, നമ്മളുടെ അവബോധം പൂർണ്ണമായിട്ടുള്ളത്. ആ അവബോധമാകുന്ന ജ്യോതിയിൽ നമുക്ക് എല്ലാ ലോകത്തേക്കും, എത്ര വിദൂരമായ ലോകത്തേക്ക്, പ്രപഞ്ചത്തിൻ്റെ അതിവിദൂരതകളിലേക്കോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ തന്നെ സൂക്ഷ്മമായ ലോകങ്ങളിലേക്കോ മറ്റൊരു ജീവിയുടെ സൂക്ഷ്മമായ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഏതൊരു പദാർത്ഥത്തിൻ്റെ സൂക്ഷ്മതയിലേക്കോ ഇറങ്ങിച്ചെല്ലാൻ ആ ആത്മജ്യോതിക്ക് കഴിയും. അപ്പോൾ അവിടെ ഈ ഭൗതിക പദാർത്ഥങ്ങളൊന്നും തടസ്സമല്ല, ഈ ചുമരോ അല്ലെങ്കിൽ വേറെ ഒന്നും തടസ്സമല്ല. അതിലൂടെ നമുക്ക് സൂക്ഷ്മമായിട്ട് കടന്നു പോകാൻ ഈ ജ്യോതിക്ക് കഴിയും. ഇത് യാഥാർത്ഥ്യമാണ്. അത് കോടിക്കണക്കിന് മനുഷ്യർ യോഗം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അപൂർവമായ ആളുകൾക്ക് കിട്ടുന്ന സിദ്ധിയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ പലർക്കും കിട്ടാത്തത് കൊണ്ട്, ആ ലെവലിൽ എത്തിച്ചേരാത്തത് കൊണ്ട് ഇത് സാധ്യമാണോ അല്ലേ എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ആശങ്കകളുണ്ട്. പക്ഷേ നമ്മളുടെ പൂർവ്വസൂരികളായിട്ടുള്ള ആളുകൾ അവരുടെ അനുഭവം ആണ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതിൽ യാതൊരു തരത്തിലുള്ള കളങ്കമോ അസത്യമോ ഇല്ല. ഇതെല്ലാം സാധ്യമായ അവസ്ഥ തന്നെയാണ്. ആ അവസ്ഥ എന്ന് പറയുന്നത്, ആത്മജ്യോതിയിൽ മുഴുകിയിരിക്കുക എന്നുള്ള അവസ്ഥ എന്ന് പറയുന്നത് മറ്റൊന്നിനും പകരം വയ്ക്കാൻ കഴിയാത്ത ആനന്ദമാണ്. ഇതിനു വേണ്ടിയാണ് എല്ലാവരും യോഗം അഭ്യസിക്കുന്നത്. പലതരത്തിലുള്ള പദ്ധതികളിൽ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഈ അന്വേഷണത്തിൽ തുടരുന്നത് ആ ജ്യോതി ദർശിക്കാനും ആ ആനന്ദത്തിൽ മുഴുകാനും വേണ്ടിയാണ്. അത് ലോകത്ത് മറ്റൊന്നിനും പകരം വയ്ക്കാൻ കഴിയാത്ത ആനന്ദമാണ്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ പഴയ കാളിദാസൻ്റെ കവിതകളിലും ഒക്കെ ഉണ്ട്, അതുപോലെ പുരാണങ്ങളിലുണ്ട്. യോഗശാസ്ത്രത്തിൻ്റെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഈ ആത്മജ്യോതിയെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതൊരു അന്ധവിശ്വാസമേ അല്ല. അത് സാധ്യമെങ്കിൽ ഈ കൃത്യമായി യോഗം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഏതൊരാൾക്കും ദർശിക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് ദർശിക്കുക എന്നതാവട്ടെ നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അതിനുള്ള ഉദ്യമത്തിലേക്ക് മുഴുകുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാവും. തീർച്ചയായും സമ്പന്നമായ നമ്മുടെ യോഗ പദ്ധതിയെ പിൻപറ്റുമ്പോൾ നമ്മളുടെ ജീവിതം തന്നെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടുകയാണ്. അതാവട്ടെ നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം. നന്ദി.